വർഷങ്ങൾക്ക് ശേഷം ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു സിനിമ വരുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ലല്ലോ. മാസക്കണക്കിന് ധ്യാൻ ശ്രീനിവാസൻ്റെ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ധ്യാൻ ശ്രീനിവാസൻ്റെ സിനിമ വരുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയായൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. ഞാൻ പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന പേരിൽ ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു സിനിമ ഉടൻ റിലീസാവുന്നു. വെൽക്കം ടു കിഷോർ സത്യ ടോക്സ്. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ വൈറൽ കട്ട്സുകൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അല്ലെങ്കിൽ ട്രോൾ ഗ്രൂപ്പുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേര് എന്ന് പറയുന്നത് ധ്യാൻ ശ്രീനിവാസൻ്റെ ആയിരിക്കും. ധ്യാൻ ശ്രീനിവാസൻ്റെ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ഉരുളയ്ക്ക് ഉപ്പേരി പോലുള്ള അദ്ദേഹത്തിൻ്റെ മറുപടികൾ കൊണ്ടാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ താരമായിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ സിനിമകൾ മലയാളത്തിൽ അഭിനയിക്കുന്ന ഒരു നടനും ധ്യാൻ ശ്രീനിവാസൻ തന്നെയായിരിക്കും. പക്ഷേ ധ്യാൻ്റെ വളരെ വ്യത്യസ്തമായ ഒരു സിനിമയാണ് വരാൻ പോകുന്ന വർഷങ്ങൾക്ക് ശേഷം. കഴിഞ്ഞ ദിവസം അതിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടിരുന്നു. ട്രെയിലർ ഇപ്പോൾ തന്നെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ട്രെയിലറാണ്. ഞാൻ അതിനുശേഷം ധ്യാനെ വിളിച്ച് എൻ്റെ ഒരു സന്തോഷം അറിയിക്കുകയും ചെയ്തു. ധ്യാൻ്റെ അല്ലെങ്കിൽ ധ്യാൻ ശ്രീനിവാസൻ്റെ നമ്മളെ ഇതുവരെ കണ്ട് ശീലിച്ച സിനിമകളിൽ നിന്നും തീരെ വിഭിന്നമായിട്ടുള്ള ഒരു ട്രെയിലറാണ് സിനിമയിലൂടെ നാം കാണുന്നത്. ആ ചിത്രത്തിന് വേണ്ടി ധ്യാൻ ശരീരഭാരം തന്നെ വളരെയധികം കുറയ്ക്കുകയുണ്ടായി. അപ്പോൾ ഏതോ ഒരു പത്രക്കാരൻ അദ്ദേഹത്തോട് ശരീരഭാരം കുറച്ചതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അതിനും അദ്ദേഹം പറയുന്ന മറുപടി എന്ന് പറയുന്നത് വളരെ വൈറലായിരുന്നു. എന്താണ്, ഓടുന്നൊരു സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ എന്നാണ് അദ്ദേഹം മറുപടിയായിട്ട് തിരിച്ചു ചോദിച്ചത്. ധ്യാനെ സംബന്ധിച്ചിടത്തോളം ധ്യാൻ ഒരു മികച്ച നടനാണെന്ന് തെളിയിച്ചിട്ടുണ്ടെങ്കിലും നിരവധി സിനിമകൾ, ഒരുപാട് സിനിമകൾ ധ്യാൻ്റെ വന്നുപോയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ തിയേറ്ററുകളിൽ അധികം ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകൾ കുറച്ചു കാലമായിട്ട് ധ്യാൻ ശ്രീനിവാസനെ നമ്മൾ കാണുന്നില്ല. നേരത്തെ കമ്മിറ്റ് ചെയ്ത സിനിമകളുടെ ബാഹുല്യം മൂലം ഈ കോവിഡ് ഒക്കെ ഉണ്ടായ പ്രതിസന്ധിയിൽ അദ്ദേഹം തുടർച്ചയായ സിനിമകൾ ചെയ്തതുകൊണ്ടായിരിക്കും. പക്ഷേ ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നൊരു സിനിമയിൽ ഏറ്റവും പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു അഭിനേതാവ് എന്ന് പറയുന്നത് ധ്യാൻ ശ്രീനിവാസൻ തന്നെയായിരിക്കും. കാരണം ധ്യാനിൻ്റെ വിവിധ തരത്തിലുള്ള ഗെറ്റപ്പുകൾ, അല്ലെങ്കിൽ ഒരു ചെറുപ്പം മുതൽ വളരെ ഒരു വാർദ്ധക്യത്തിലേക്ക് അല്ലെങ്കിൽ മധ്യവയസ്കിലേക്ക് വരുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഗെറ്റപ്പുകളും, ഒപ്പം തന്നെ ട്രെയിലറിൽ ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നടൻ എന്ന് പറയുന്നത് പ്രണവ് മോഹൻലാലിൻ്റെയും നിവിൻ പോളിയുടെയും നീരജ് മാധവിൻ്റെയും ബേസിലിൻ്റെയും ഒക്കെ കൂട്ടത്തിലുള്ള ഒരാൾ ധ്യാൻ ശ്രീനിവാസൻ തന്നെയായിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നത് ധ്യാൻ വളരെ ബുദ്ധിമാനായിട്ടുള്ളൊരു നടനാണ്. കാരണം ധ്യാൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും മാതൃഭൂമിയുടെ ഫെസ്റ്റിവലിൽ പ്രമുഖ എഴുത്തുകാരൻ, നോവലിസ്റ്റ്, അല്ലെങ്കിൽ ഈ വർഷത്തെ സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ അനൂപുമായി നടത്തിയ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു ഇൻ്റലക്ച്വൽ ലെവൽ നമുക്ക് വെളിവാക്കി തരുന്ന ഒന്നായിരുന്നു. വളരെ സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകളൊക്കെ വളരെ സാധാരണ ഒരു ട്രോളർ രീതിയിൽ നിന്നും മാറിയിട്ടുള്ള കുറച്ചുകൂടെ ബൗദ്ധിക തലത്തിൽ നിന്നിട്ടുള്ള മറുപടികൾ ധ്യാനിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം സിനിമകളും ധ്യാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ. ഒരു വൈറൽ താരം എന്നതിലുപരിയായിട്ട് തിയേറ്ററിൽ ആളുകളെ നിറയ്ക്കുന്ന, ഒരുപാട് ആരാധകരുള്ള, തിയേറ്ററിൽ ജനസഞ്ചയങ്ങളെ നിറയ്ക്കുന്ന ഒരു താരമായിട്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലൂടെ ധ്യാൻ ശ്രീനിവാസനും മലയാള സിനിമയിലൂടെ ഇടം പിടിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വർത്തമാനം ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.